റിന്യൂവബിൾ എനർജി സെക്ടറിൽ ഉൾപ്പെട്ടതും ഇപ്പോൾ സപ്പോർട്ട് പ്രൈസിൽ ലഭിക്കുന്നതും എന്നാൽ ബ്രോക്കേഴ്സ് ഉൾപ്പെടെയുള്ള അനലിസ്റ്റുകളും റേറ്റിംഗ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗ് നൽകിയതും ഹയർ സൈഡിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതുമായ 2 സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഇറാഡ അല്ലെങ്കിൽ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡ്. സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.14% ഉയർന്ന് 221 ക്ലോസിംഗ് നൽകി. 59,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 40.18, 52 വീക്കിലോ 61, 52 വീക്ക് ഹൈ 310. ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 10% റിട്ടേൺ നൽകുകയും ചെയ്തു. ഇയർ ടെൽ ഡേറ്റിൽ 111% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഒരു കറക്ഷൻ ഫേസിലേക്ക് നീങ്ങുകയും 180 സ്ട്രോങ് സപ്പോർട്ട് ഫോം ചെയ്തതിന് ശേഷം സ്റ്റോക്ക് 200 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് ഉൾപ്പെടെയുള്ള റെസിസ്റ്റൻസുകളെ ബ്രേക്ക് ചെയ്ത് 221 മുകളിൽ ട്രേഡ് ചെയ്യുന്നു. പല അനലിസ്റ്റുകളും ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകിയിട്ടുണ്ട്. ആനന്ദ് റാഠി എന്ന ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 265 രൂപയുടെ ടാർഗറ്റും നൽകി 180 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇറാഡ എന്ന കമ്പനി റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പെർഫോമൻസ് മികച്ചതായിരുന്നു. കമ്പനിയുടെ റവന്യൂ 38% വർദ്ധിച്ച് 1,510 കോടിയായി മാറുകയും കമ്പനിയുടെ പ്രോഫിറ്റ് 387 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. പ്രൊമോട്ടേഴ്സിന് 75% സ്റ്റേക്ക് ഹോൾഡിങ്ങും FAസിന് 2%, DASന് 0.35% സ്റ്റേക്ക് ഹോൾഡിങ്ങും ഉണ്ട്. കമ്പനിയുടെ ഫിനാൻഷ്യൽ ഓവർവ്യൂവും ഫിനാൻഷ്യൽ മെട്രിക്സും നോക്കിയാൽ മികച്ചതാണ്. 59,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള മിഡ് ക്യാപ് സെക്ടറിലെ കമ്പനി. വാല്യുവേഷൻ 41.07, PB റേഷ്യോ ഒരൽപ്പം ഉയർന്നതാണ് 6.35, ഏണിംഗ് പെർ ഷെയർ 5 രൂപ 37 പൈസ. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 42%, പ്രോഫിറ്റ് ഗ്രോത്ത് 44%, ROE 17%, ROCE 9% എടുത്തു. ആനന്ദ് റാഠി മാത്രമല്ല മറ്റ് പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. മോത്തിലാൽ ഒസ്വാൾ 280 രൂപയുടെ ടാർഗറ്റ് 200 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ICICI സെക്യൂരിറ്റീസ് 230 രൂപയുടെ ടാർഗറ്റും 210 രൂപയുടെ സ്റ്റോപ്പ് ലോസുമാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. HDFC സെക്യൂരിറ്റീസ് ടാർഗറ്റ് നൽകിയിട്ടില്ല എങ്കിലും 100 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് ടാറ്റ പവർ കമ്പനി ലിമിറ്റഡ്. ടാറ്റ പവറും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 200 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനെ ഡിസിസീവായി ബ്രേക്ക് ചെയ്ത് അതിന് മുകളിൽ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം ഇൻടാക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. സ്റ്റോക്ക് 460 വരെ ഉയരാൻ പോസിബിലിറ്റി വളരെ കൂടുതലാണ്. 59,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 40.18, ഡിവിഡൻഡ് ഈൽഡ് 40.18, 52 വീക്ക് ഹൈ 494, 52 വീക്കിലോ 280. ടാറ്റ പവറുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ് വരും വർഷങ്ങളിൽ കമ്പനി നേടാൻ പോകുന്ന വളർച്ചയുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിൻ്റെ ഗൈഡൻസും അല്ലെങ്കിൽ പോസിറ്റീവ് വ്യൂ തന്നെയാണ്. 2030 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനിയുടെ പ്രോഫിറ്റ് 10,000 കോടിയും 1,00,000 കോടി രൂപയുടെ റവന്യൂവും ഉള്ള കമ്പനിയായി ടാറ്റ പവർ വളരും എന്നാണ് കമ്പനിയുടെ സിഇഒയും എം ഡിയുമായ പ്രവീർ സിൻഹ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത്. എബിറ്റ 14,000 കോടിയിൽ നിന്നും 2030 30,000 കോടിയിലേക്കും, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇപ്പോഴുള്ള 4,200 കോടിയിൽ നിന്നും 2030 ആകുമ്പോൾ 10,000 കോടിയിലേക്കും ഉയരുമെന്നാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് പറയുന്നത്. ടാറ്റ പവറിൻ്റെ ഇപ്പോഴത്തെ റവന്യൂ 60,000 കോടിക്ക് അടുത്തായിട്ടാണ്. ഇത് 1,00,000 കോടിക്ക് മുകളിലേക്ക് വളരും എന്നാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് അവകാശപ്പെടുന്നത്. ടാറ്റ പവർ ക്യാപെക്സിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2024 ഫിനാൻഷ്യൽ ഇയറിൽ 12,000 കോടി രൂപയുടെ ക്യാപെക്സ് ആണ് നടത്തിയതെങ്കിൽ 25 ഫിനാൻഷ്യൽ ഇയറിൽ 21,000 കോടി രൂപയുടെ ക്യാപെക്സും വരും വർഷങ്ങളിൽ ഓരോ വർഷവും 25,000 കോടി രൂപയുടെ ക്യാപെക്സും നടത്താൻ കമ്പനിക്ക് പ്ലാനുണ്ട്. കൂടാതെ കമ്പനി അതിൻ്റെ ഓൺഗോയിങ് ക്ലീൻ എനർജി പ്രൊജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് നൽകുന്നതിന് വേണ്ടി ADB ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചു. ഇതുവഴി $4.25 ബില്യൺ ഫിനാൻഷ്യൽ എയ്ഡ് ആയിരിക്കും കമ്പനിക്ക് ലഭിക്കാൻ പോവുക. റിന്യൂവബിൾ എനർജി സെക്ടറിലും കൺവെൻഷണൽ എനർജി സെക്ടറിലും പ്രസൻസ് ഉള്ള കമ്പനിയാണ്. ടോട്ടൽ എനർജി പോർട്ട്ഫോളിയോ പരിശോധിച്ചാൽ 15.5 ഗിഗാവാട്ട്. ഇതിൽ റിന്യൂവബിൾ എനർജി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ 6.7 ഗിഗാവാട്ടാണ്. റിന്യൂവബിൾ എനർജി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ ഉയർത്താൻ കമ്പനി വളരെയധികം ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ ബിസിനസ് മോഡൽ ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ്.
കമ്പനി സോളാർ ഫോട്ടോവോൾട്ടായിക് മൊഡ്യൂൾ മാനുഫാക്ചറിംഗ് സെല്ലിലേക്കും സോളാർ സെൽ മാനുഫാക്ചറിംഗിലേക്കും കമ്പനി ബിസിനസ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി തമിഴ്നാട്ടിൽ 4.3 ജിഗാവാട്ട് ശേഷിയുള്ള സോളാർ മൊഡ്യൂൾ മാനുഫാക്ചറിംഗ് പ്ലാന്റ് കമ്പനി കമ്മീഷൻ ചെയ്യുകയും ചെയ്തു. ഈ പ്ലാന്റിൽ 4,300 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തിയത്. തമിഴ്നാട്ടിൽ മാത്രം സോളാർ മൊഡ്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി 70,800 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് ടാറ്റ പവർ എന്ന കമ്പനിക്കുള്ളത്. കൂടാതെ ടാറ്റ പവർ എന്ന കമ്പനിക്ക് PLI സ്കീമിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് സോളാർ മൊഡ്യൂൾ കപ്പാസിറ്റി ഉപയോഗിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പോടുകൂടി 18,500 കോടി രൂപയുടെ ഹെൽപ്പോടുകൂടി 48 ജിഗാവാട്ടിൻ്റെ ബാക്ക്വേർഡ് ഇൻ്റഗ്രേറ്റഡ് സോളാർ മൊഡ്യൂൾ സെറ്റപ്പ് ചെയ്യാനും ടാറ്റ പവറിന് പ്ലാനുണ്ട്. ഇതോടൊപ്പം തന്നെ തിരുനെൽവേലിയിലെ പ്ലാന്റിനോടനുബന്ധിച്ച് ബാംഗ്ലൂരിൽ 530 മെഗാവാട്ട് ശേഷിയുള്ള സെൽസ് ആൻഡ് മൊഡ്യൂൾ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഓപ്പൺ ചെയ്യാനും കമ്പനിക്ക് പ്ലാനുണ്ട്. കൂടാതെ കമ്പനിയുടെ ഫോട്ടോവോൾട്ടായിക് മൊഡ്യൂളിൽ 50% ടാറ്റ പവറിൻ്റെ തന്നെ പ്രോജക്റ്റുകളിൽ ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബാക്കി 50% മറ്റുള്ള ഇന്ത്യൻ കമ്പനികളായ NLC ഇന്ത്യ, NHPC, NTPC, SJVN തുടങ്ങിയ കമ്പനികൾക്ക് സപ്ലൈ ചെയ്യാനുള്ള ധാരണയിലും ടാറ്റ പവർ എത്തി. ടാറ്റ പവർ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ലെവലിൽ ലഭിക്കുന്നു. ബൈയിങ് മൊമെൻറ്റം ഇൻടാക്റ്റ് ആണ്. 450-460 സോണുകളിൽ സ്റ്റോക്കിന് റെസിസ്റ്റൻസ് നേരിടാൻ സാധ്യതയുണ്ട്. ഈ റെസിസ്റ്റൻസിനെ മറികടന്നാൽ 475-480 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കും. 425 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്